ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോണ്ടയുടെ പാഷൻ പ്ലസ് വണ്ടി. അതിൻ്റെ നിലവിൽ സ്പാർക്ക് പ്ലഗ് അടിച്ചു പോകുന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ചെറുതായിട്ട് കുറച്ച് ഓടിക്കഴിഞ്ഞുമ്പോഴത്തേക്കും പ്ലഗിൽ കരി പിടിക്കുക, കൂടുതലായിട്ട് കരി പിടിച്ചിട്ട് പ്ലഗ് പോകുന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതേപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ സിലിണ്ടറിനകത്ത് ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് ബോർ ചെയ്തിട്ട് നമ്മളത് ക്ലിയർ ചെയ്തെടുത്താണ്. വീണ്ടും റിപ്പീറ്റ് സെയിം പ്രോബ്ലം ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് പറഞ്ഞു. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് കാണിക്കുക 2 രീതിയിൽ കാണിക്കാം. ഒന്ന് സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ്, അതിൻ്റെ ഉള്ളിലെ കംപ്രഷൻ ലീക്കേജ് വന്നാലും ഈ പ്രശ്നം കാണിക്കും. നമുക്ക് ഈ ഇരിക്കുന്ന കാർബറേറ്റർ അസംബ്ലി കംപ്ലയിൻറ്റ് വന്നാലും ഈ പ്രോബ്ലം കാണിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത് അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലിണ്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്നുകൂടി അഴിച്ചൊന്ന് ചെക്ക് ചെയ്യിച്ചു, എൻ്റെ പ്രോബ്ലം എന്തുണ്ടല്ലോ എന്ന് അറിയാനായിട്ട്. നിലവിലത് ലെയ്ത്തിൽ കൊടുത്ത് വാറണ്ടി വർക്ക് ആയതുകൊണ്ട്, വാറണ്ടിയിലുള്ള വർക്ക് ആയതുകൊണ്ട് നമ്മൾ ലെയ്ത്തിൽ ഒന്നുകൂടി കൊടുത്ത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നിലവിൽ ഒന്നും കൂടി നമ്മളതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വാൽവ് സീറ്റിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ട്യൂണിങ്ങൊക്കെ നടത്തി. ഇപ്പോൾ ഈ പ്ലഗ് വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്, പക്ഷെ നമുക്കത് ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് പുതിയൊരു പ്ലഗ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ട്യൂണിങ് നടത്തിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. എന്നിട്ട് പ്ലഗിൽ കറണ്ട് കൂടുതലായിട്ട് കാർബൺ കണ്ടൻറ്റ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കാർബറേറ്റർ അസംബ്ലി മാറ്റാമെന്നുള്ളതാണ് കേട്ടോ. കാരണം ഈ കാർബറേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടും ഇത് വരും. ശരിക്കും ഈ പ്ലഗിൽ കാർബൺ കൂടുതൽ, കറുത്ത കളർ കൂടുതൽ വരാമെന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ചിലവ് കൂടുതൽ, അതായത് പെട്രോൾ കൺസംഷൻ കൂടുതലാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ശരിക്കും ഈ കംപ്രഷൻ ലീക്കേജ് ഉണ്ടെങ്കിലും, അതായത് സിലിണ്ടറിൻ്റെ റിങ്സിൻ്റെ ഗ്യാപ്പിനകത്ത്, അതായത് പിസ്റ്റൺ റിങ്സിൻ്റെ ഗ്യാപ്പ് വഴി കംപ്രഷൻ ലീക്കേജ് ഉണ്ടെങ്കിലും ഈ കാർബണിൻ്റെ പ്രോബ്ലം കാണിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത വർക്ക് ആയതുകൊണ്ട് ആ ഭാഗം അഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പ്രോബ്ലം ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റിയാലാണ് അത് പിന്നെ ക്ലിയർ ആവുള്ളൂ കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് വാറണ്ടിയിലുള്ളതാണ്, 1 വർഷം വാറണ്ടി ഉള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ച്, നമുക്കിപ്പോൾ ഈ ഭാഗങ്ങൾ അഴിച്ച് ചെയ്യണതിന് വേറെ അഡീഷണൽ ചിലവ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്കതിൻ്റെ അഴിക്കുമ്പോൾ വന്ന ഗ്യാസ്കറ്റ് ഓറിങ് ഐറ്റംസ് നമുക്ക് മാറ്റിയിടണം. അത് മാത്രമാണ് നമുക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയതൊക്കെ വാറണ്ടി വർക്കിനകത്ത് തന്നെ പൊക്കോളൂ. ലേബർ ചാർജ് ആയാലും അത് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ആയാലും അതൊക്കെ ഓൾറെഡി വാറണ്ടിയിലുള്ളതുകൊണ്ട് അങ്ങനെ പൊക്കോളും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒന്ന് ട്രയൽ അടിച്ച് നോക്കാം, ഉപയോഗിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് 1 മാസമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ടൊന്ന് കറക്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഈ പ്ലഗിനകത്ത് നമുക്ക് കാർബൺ കൂടുതലുണ്ടോ എന്നുള്ള ദിവസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കൂടുതൽ പ്ലഗിൽ കാണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഹെഡിലും വരുന്നുണ്ടെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബറേറ്ററും കൂടി മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നർ ഭാഗം നമ്മൾ ചെയ്ത ഭാഗമായതുകൊണ്ട് ആ ഭാഗം ചെക്ക് ചെയ്തെന്നുള്ളൂ. വീണ്ടും വരാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി നമുക്ക് മാറ്റിയാലാണത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ.